ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ 1 സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പം നമ്മൾ ജനുവരി 1 റെസൊല്യൂഷൻ എടുക്കുന്ന പോലെയാണ് കുട്ടികളെ സംബന്ധിച്ച് ജൂൺ 1 എന്ന് പറയുന്നത്. അപ്പം അവർക്ക് അവരുടെ ഹാബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന 1-2 പോയിന്റ്സ് മെൻഷൻ ചെയ്യാമെന്നാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഈവൻ സ്റ്റുഡൻസിന് മാത്രമല്ല, ഞാൻ എല്ലാവരെയും ജനറലൈസ് ചെയ്താണ് സംസാരിക്കുന്നത്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ ബെറ്റർ റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ കറക്റ്റ് ആക്കുക. അതിപ്പം സ്കൂളിൽ പോണ കുട്ടി ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ പ്രോപ്പറായിട്ട് 8 hours അല്ല 7 hours സ്ലീപ്പ് നമുക്ക് കിട്ടിയിരിക്കണം. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ലേറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പോയി ലേറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിൽ, പിറ്റേ ദിവസത്തെ രാവിലത്തെ ദിവസം ഫുൾ ഉറങ്ങിപ്പോവും. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ ക്ഷീണം, അത് ഫുള്ള് പോവും. നമ്മൾ പ്രോപ്പർ ഒരു ഉറക്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. ഇപ്പം 2 ദിവസം ഉറങ്ങാൻ പറ്റിയില്ലൊക്കെ എനിക്ക് ഭ്രാന്താണ്. കാര്യം എനിക്ക് എല്ലാം ദേഷ്യം, എല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ ഒന്നും ഫോക്കസ് ഇല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. സോ പ്രോപ്പർ ഉറക്കം എന്ന് പറയുന്നത് അത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ അടുത്ത ദിവസത്തെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ സ്ലീപ്പ്. ആ ഒരു സ്കെഡ്യൂൾ പ്രോപ്പർ അല്ല എങ്കിൽ അത് പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. 3 liter ഓഫ് വാട്ടർ, ഓരോരുത്തരുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് വെള്ളം കുടിക്കേണ്ട അളവ് ഡിഫറെൻ്റ് ആണ്. സോ മാക്സിമം ഒരു 3 liter വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ ശ്രമിക്കുക. കാര്യം ദാഹം വരുമ്പം മാത്രം വെള്ളം എടുത്ത് കുടിക്കാണ്ട്, ഈവൻ കുട്ടികൾക്കാണെങ്കിൽ പോലും സ്കൂളിൽ വിടുന്ന സമയത്ത് ബോട്ടിലിൽ വെള്ളം കൊടുത്തു വിടുമ്പം ഇത് മൊത്തം കുടിച്ചിട്ടേ വരാവുള്ളൂ. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുക. അതേപോലെ മുതിർന്നവരാണെങ്കിൽ പോലും ദാഹിച്ചാൽ മാത്രം പോയി വെള്ളം കുടിക്കുന്ന ആ ഒരു ശീലം മാറ്റിയിട്ട് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വെള്ളം കൂടി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതിൻ്റെതായ കുറേ അസുഖങ്ങളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എവിടെ പോലും ഞാനൊരു ബോട്ടിൽ കൊണ്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇപ്പം ഈവൻ വീട്ടിലാണെങ്കിൽ പോലും, ഈവൻ ഓഫീസിലാണെങ്കിൽ പോലും എൻ്റെ കൺമുന്നിൽ ഞാൻ എവിടെയെങ്കിലും വെള്ളം വെക്കും. കാര്യം വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും 3 liter വെള്ളം ഞാൻ കുടിക്കുന്നു എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ എന്നാൽ പോലും എൻ്റെ മുന്നത്തെ ഇതിനെക്കാട്ടിലും വെള്ളം കുടിക്കുന്ന ആ ഒരു രീതി ബെറ്റർ ആക്കിയിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ദെൻ അവോയ്ഡ് എ ബാഡ് ഹാബിറ്റ്. അതായത് നമുക്കെല്ലാവർക്കും കാണും, നമുക്ക് പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മൊത്തത്തിൽ ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം നോ പറയേണ്ടടുത്ത് നോ പറയാൻ അറിയാത്തവരായിരിക്കും പലരും. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പീപ്പിൾ പ്ലീസറായി നിൽക്കാണ്ട് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഒരാളെയും നമ്മുടെ ബൗണ്ടറിക്ക് ഇപ്പുറം കടത്താൻ പാടില്ല. അത് എത്ര ക്ലോസ് ആണെങ്കിൽ പോലും നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, അല്ലെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണം. ആ ലിമിറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾക്ക് എത്ര പേഴ്സണലുള്ള ആളാണെങ്കിൽ പോലും അയാളെ ഇപ്പറയിലോട്ട് കടത്താൻ പറ്റില്ല. നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഞാനത് ചെയ്തത്, എനിക്ക് ആക്ച്വലി നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ വേണ്ട, എന്നെ ഞാൻ സഫർ ചെയ്യിച്ചിട്ടും പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പലവർക്കും കുറേ കാര്യങ്ങൾ ഹെൽപ്പിൻ്റെ രീതിയിലാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. കാര്യം അന്ന് ചെയ്തു കൊടുത്തവരൊന്നും ഇന്ന് എൻ്റെ കൂടെ ഇല്ല. സോ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പം ഞാനത് പഠിച്ചു വരുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഞാനത് പറയും. അതിപ്പോൾ ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്നെക്കൊണ്ട് ഓക്കെ ആണെന്ന് തോന്നിയ വർക്ക് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറം ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. സോ നോ പറയേണ്ടടുത്ത് നോ തന്നെ ഞാൻ പറയാൻ പഠിച്ചു. അങ്ങനെ വേണം പറയാൻ. ദെൻ നമ്മൾ ഇരിക്കുന്ന ഒരു പ്ലേസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ്, ആ പ്ലേസിനെ കുറച്ചും കൂടെ നീറ്റായിട്ടിടാൻ നോക്കുക. ഇപ്പം സ്കൂളിലാണെങ്കിൽ നമുക്ക് ഇരിക്കാനൊരു പ്ലേസ് ഉണ്ടാവും. ആ പ്ലേസിൽ നമ്മൾ മറ്റേ പെൻസിൽ വെട്ടി അവിടെ ഇടല, റബ്ബർ മായ്ച്ചതിൻ്റെ അതിൻ്റെ ഇതിടല്, ബുക്ക് പേപ്പർ കീറി ചുരുട്ടി അവിടെ ഇടല്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്പേസ് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഈവൻ ഓഫീസിലാണെങ്കിൽ പോലും നമ്മൾ വൺസ് ലോഗ് ഔട്ട് ആയി കഴിയുമ്പോൾ നമ്മുടെ ടേബിളും പരിസരവും ഒക്കെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെക്കുക. ഇൻ കേസ് നമുക്ക് ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും അസറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചൊന്ന് തൂക്കുമോ, നമ്മുടെ ടേബിളിൽ കുറച്ച് എന്താ പറയുക
ഡസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്ത് കളയോ. നമ്മൾ പോണതിന് മുമ്പ് നമ്മൾ ഇരിക്കുന്ന സൈഡ് അല്ലെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്പേസ് വൃത്തിയാക്കി ഇടണം. ഇനി വീട്ടിലുള്ളവരാണെങ്കിലോ, എപ്പോഴും അടുക്കളയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മുടെ കിച്ചൺ നീറ്റായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ സിങ്കിൽ പാത്രങ്ങളൊന്നും കുമിഞ്ഞുകൂടി കിടക്കാണ്ട് സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി വീക്കിലി വൺസ് ഫുള്ള് വൃത്തിയാക്കണം. അത് കൂടാണ്ട് ഡെയിലി ബേസിസിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കിച്ചണും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന ഒരു സ്പേസിനെ നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത്, അപ്പം കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ സ്റ്റഡി ടേബിളൊക്കെ മെസ്സായിട്ടായിരിക്കും ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് വന്നു കഴിയുമ്പോഴത്തേനും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ പഠിത്തത്തിന് ശേഷം അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കണം, അല്ലെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഇൻ കേസ് അങ്ങനെയല്ല നമ്മൾ മെസ്സായിട്ട് ഇട്ടിട്ടാണ് പിറ്റേന്ന് വന്നതെങ്കിൽ പിറ്റേന്ന് വന്നിട്ട് പഠിക്കാനിരിക്കാൻ ഒരു മൂഡും ഉണ്ടാവത്തില്ല. ബെഡിലാണെങ്കിൽ പോലും എണീറ്റ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ബെഡ് വിരിച്ച് ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ അത് മടക്കി പ്രോപ്പറായിട്ട് വെക്കാനും പഠിപ്പിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതിലെ തൊട്ട് ശീലിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ഞാൻ ആക്ച്വലി ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നൊന്നുമല്ല കേട്ടോ. എനിക്കിപ്പം മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു ലാഗ് വരുന്നുണ്ട്. കാര്യം എന്താണ് അടുത്ത പറയേണ്ടതെന്നൊന്ന് ചിന്തിക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പോയിന്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ ഒരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചത്, ആക്ച്വലി എന്താ ഞാൻ പറഞ്ഞു. ഓക്കെ, എനിവേ, അപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ്. ഇനി അന്നന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അന്നന്ന് പഠിക്കാൻ ഞാൻ പറയാൻ ആളല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ആരംഭശൂരത്വം, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റാർട്ടിങ് ഡേയിൽ ഫ്രഷ് ബുക്ക് നല്ല നീറ്റായിട്ട് ഹാൻഡ് റൈറ്റിംഗ് എടുത്ത് അതുപോലെ ബുക്കൊക്കെ ചുളുങ്ങിയൊക്കെ നിവർത്തി നല്ല വൃത്തിക്ക് ബുക്കൊക്കെ വെക്കല് ഒരു 2 മാസമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഹാൻഡ് റൈറ്റിങ്ങും ഇല്ല, പഠിത്തവും ഇല്ല, ബുക്കൊക്കെ ചുളിഞ്ഞു മറിഞ്ഞ് ഒരു പരുവായിരിക്കും. സോ ആ ഒരു രീതി നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുക. ഓക്കെ, അതുപോലെ പഠിക്കുന്നത് ഇപ്പം ഡെയിലി പഠിക്കുന്നവരാണെങ്കിൽ അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡെയിലി പഠിക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. പക്ഷെ അല്ല, എക്സാമിന് തലേന്ന് പഠിക്കാൻ നിൽക്കരുത്, കുറച്ച് നാൾ മുന്നേലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു സ്കൂൾ തുറക്കുന്ന സമയത്ത്. മോർണിംഗ് ഇത്ര മണിക്ക് എണീക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് വരെ എനിക്ക് ഒരു ടൈം ടേബിളും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ പ്രോപ്പർ ഹെൽത്ത്, ഫുഡ്, ഡയറ്റ്, വർക്കൗട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഈവൻ എക്സസൈസ്, അത് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പോലും എക്സസൈസോ യോഗ, മെഡിറ്റേഷൻ എന്തെങ്കിലും ഒരു 5 മിനിറ്റ്സ് എങ്കിൽ 5 മിനിറ്റ്സ് നിങ്ങൾ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. ഒരു 30 ഡേയ്സ് നോക്കുക. 30 ഡേയ്സ് ചെയ്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻറ്റിൽ വന്നിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.